പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാതവന്ദനം. യേശു ആരാകുന്നു എന്നുള്ള ചോദ്യത്തിന് യേശുനാഥൻ തന്നെ പറയുന്ന അനുഗ്രഹീതമായ ഒരു മറുപടി യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്നുള്ളതാണ് ആ വാക്കുകൾ. യേശുനാഥൻ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ ശിഷ്യന്മാർക്ക് നൽകുന്ന മഹത്തായ ഒരു സന്ദേശത്തിൽ ആണ് ഈ വാക്കുകൾ പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിലാണ് ഈ സന്ദേശം നാം കാണുന്നത്. യേശു ആരാകുന്നു എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണത്. വഴിയും സത്യവും ജീവനുമായ യേശു. മനുഷ്യാരംഭം മുതൽ മനുഷ്യൻ പ്രശ്നത്തിലായ നാളുകളിൽ പാപം മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാതെ അവന് പരിഹാരമില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാനുള്ള വഴികൾ അന്വേഷിച്ച് നടക്കുകയാണ്. ജ്ഞാനമാർഗം, കർമ്മമാർഗം, ഭക്തിമാർഗം, മാർഗങ്ങൾ ഇങ്ങനെ പലതും അവലംബിക്കുമ്പോൾ യേശുനാഥൻ പറഞ്ഞു, അതൊന്നുമല്ല മക്കളെ, ഞാൻ തന്നെയാണ് ആ വഴി. യേശു അല്ലാതെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാൻ വേറൊരു വഴി ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളതാകുന്നു അത് വ്യക്തമാക്കുന്നത്. യേശുനാഥൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് സത്യം. മായയാണ് ഈ ലോകത്തിൽ കാണുന്നതെല്ലാം. സൂര്യന് കീഴെ കാണുന്നതെല്ലാം മായയാണ്. ഇന്ന് ഉണ്ട് എന്ന് തോന്നുന്ന ഈ വസ്തുതകളെല്ലാം മാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണ് മനുഷ്യ ജീവിതവും മനുഷ്യനുണ്ടാകുന്ന എല്ലാം. എന്നാൽ മാഞ്ഞു പോകാത്ത യാഥാർത്ഥ്യം അത് നാം തിരിച്ചറിയുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. നമ്മെ ശുദ്ധീകരിക്കുന്ന അഥവാ ശരിയായ ദിശാബോധത്തിലേക്ക് വന്ന് കൃത്യമായ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്ന യഥാർത്ഥ സത്യം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ അറിയാതെ, യേശുക്രിസ്തുവിനെ അനുസരിക്കാതെ, യേശുക്രിസ്തുവിലൂടെ നടക്കാതെ ഒരാൾ സത്യം അറിയില്ല. സത്യത്താലുള്ള സ്വാതന്ത്ര്യം അവന് ലഭിക്കുകയില്ല. യേശുക്രിസ്തുവിനെ അറിയാതെ സത്യത്താലുള്ള ശുദ്ധീകരണം പ്രാപിക്കുവാൻ മനുഷ്യന് കഴിയുകയില്ല. അതുപോലെ തന്നെ യേശുനാഥൻ ലോകത്തിന് നൽകുന്ന ഏറ്റവും അനുഗ്രഹീതമായ സംഭാവന ജീവനാണ്. മരണം വ്യാപരിക്കുന്ന മനുഷ്യന് ജീവനിലേക്ക് നടത്തപ്പെടാൻ ജീവൻ പ്രദാനം ചെയ്യുന്ന ജീവദാതാവാണ് യേശുനാഥൻ. ആ യാഥാർത്ഥ്യമാകുന്നു യേശു തൻ്റെ വാക്കുകളിലൂടെ വെളിപ്പെടുത്തുന്നത്. ഇന്ന് പ്രഭാതവേളയിൽ തിരിച്ചറിയുക, യേശു മാത്രമാണ് ആ വഴി. യേശു തന്നെയാണ് സത്യം. യേശു ആകുന്നു ആ ജീവൻ നൽകിത്തരുന്നത്. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ അത് ലഭ്യമല്ല എന്നുള്ളതും തിരിച്ചറിയണം. അങ്ങനെ വരുമ്പോൾ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്നുള്ളത് കൊണ്ട് യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ഈ ശ്രേഷ്ഠ അനുഭവത്തിലേക്ക് പ്രാപിപ്പാൻ യേശുവിലൂടെ നമുക്ക് കടന്നു ചെല്ലാം. യേശുവിലൂടെ അത് പ്രാപിക്കാം. യേശുവിലൂടെ ജീവിതത്തിൻ്റെ ഏറ്റവും അർത്ഥവത്തായ ശ്രേഷ്ഠമായ തലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, യേശു തന്നെയാണ് വഴിയും സത്യവും ജീവനും. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ യേശുവിലൂടെ നടന്ന്
ആ സത്യം മനസ്സിലാക്കി ആ ജീവൻ പ്രാപിപ്പാൻ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. അങ്ങയുടെ സഹിത്വം ഇന്ന് പകലെ ഈ ജനത്തിനെല്ലാം ശുഭത നൽകി അനുഗ്രഹിക്കണം. എല്ലാ മഹത്വം അങ്ങേക്ക് വരയണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.